ഇനി അല്പസമയം മുമ്പാണല്ലേ നമ്മളൊരു മലയാളനാനെ രക്ഷിച്ച ഒരു കഥ പറഞ്ഞത്. ഇത്തവണ അഗ്നിരക്ഷാ സേന അവർ കരുതലായ കാര്യമാണ് പറയാൻ പോയത്. നമ്മുടെ ഫയർഫോഴ്സ് ആ സേന 1.5 വയസ്സുകാരനാണ് ഇത്തവണ കരുതലായത്. കളിക്കുന്നതിനിടെ പ്ലാസ്റ്റിക് കസേരയ്ക്കുള്ളിൽ തല കുടുങ്ങിപ്പോയ കുഞ്ഞിനെയാണ് ഫയർഫോഴ്സ് എത്തി രക്ഷിച്ചത്. ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിലാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയായത്. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് അമ്മ അടുത്തേക്ക് ഓടിയെത്തിയത്. കളിക്കുന്നതിനിടെയാണ് പ്ലാസ്റ്റിക് കസേര കഴുത്തിൽ കുരുങ്ങിയത്. അടുത്തേക്കെത്തിയ ശേഷം കുഞ്ഞിനെ രക്ഷിക്കാൻ അമ്മ കഴിയുന്ന രീതിയിലൊക്കെ ശ്രമങ്ങൾ നടത്തി. ഇത് വിജയിക്കാതെ വന്നപ്പോഴാണ് കുടുംബം അഗ്നിരക്ഷാ സേനയെ സഹായത്തിനായി വിളിച്ചത്. തിരുവനന്തപുരം ഫോർട്ട് പടിഞ്ഞാറനടയിലെ വീട്ടിലേക്ക് സേന എത്തി. പ്ലാസ്റ്റിക് കസേരയുടെ 2 അറ്റം മുറിക്കാൻ ആരംഭിച്ചു. കുഞ്ഞിന്റെ മുഖത്ത് കൈ ചേർത്ത് അമ്മ സുരക്ഷയൊരുക്കി. ഏറെ നേരത്തെ ശ്രമങ്ങൾക്കൊടുവിൽ പ്ലാസ്റ്റിക് കസേര മുറിച്ചു മാറ്റി. ആശ്വാസത്തിൽ അമ്മ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. അഗ്നിരക്ഷാസേന ആശ്വാസത്തിന്റെ സാന്നിധ്യമാകുന്ന കാഴ്ചയാണ് വീണ്ടും തിരുവനന്തപുരത്ത് കണ്ടത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ ഭയങ്കരമായിട്ട് പേടിക്കുമല്ലേ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓരോ അപകടങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും? ആ സമയത്തും അഗ്നിരക്ഷാസേന ഫയർഫോഴ്സിനെ വിളിക്കുക എന്നുള്ളൊരു ബുദ്ധി ആ സമയം പോയി ഉടൻ തന്നെ അവർ പാഞ്ഞെത്തുകയും ചെയ്തു. അങ്ങനെ വീണ്ടും എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങൾക്ക് സമീപിക്കാം എന്നുള്ളൊരു കാര്യം കൂടി ഓരോ റിപ്പോർട്ടുകൾ നമ്മളിങ്ങനെ പങ്കുവെക്കുമ്പോഴും കൊടുക്കുകയും ആ ഒരു സന്ദേശം കൂടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ കുഞ്ഞിന്റെ കാര്യം പറയുക തന്നെ വീട്ടുകാരുൾപ്പെടെ പേടിച്ചൊരു കാര്യമാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? കളിക്കുന്നതിനിടയിലാണല്ലേ? എത്ര നേരം എടുത്തു ഇങ്ങനെ കുഞ്ഞിനെ ഒന്ന് രക്ഷിച്ചെടുക്കാൻ? ചില മേഖലയിൽ നിരന്തരം വാർത്ത കൊടുക്കേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. അത്തരമൊരു മേഖലയാണ് ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം എത്രമാത്രം സങ്കീർണമാണ് പ്രശ്നം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ആ പ്രശ്നത്തിൽ കിടക്കുന്നയാൾ ഒടുവിൽ ഫയർഫോഴ്സിന്റെ ആ ഒരു കരുതലെത്തുമ്പോൾ, ആ രക്ഷാകരങ്ങൾ എത്തിയ ശേഷം രക്ഷപ്പെട്ടതിന് ശേഷം ആശ്വാസം അറിയിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. അതുതന്നെയാണ് ഇത്തരം സ്റ്റോറികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വരുന്നത്. കാരണം ഫയർഫോഴ്സ് പണ്ട് നമ്മളൊരു സ്റ്റോറി ചെയ്തതാണ്, ഈ കയ്യിൽ മോതിരം കുടുങ്ങിയാൽ പോലും രക്ഷയ്ക്കായി എത്തുന്ന അഗ്നിരക്ഷാ സേനയാണ്. അവർക്ക് അത്രമാത്രം പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുമെന്നുള്ള കാഴ്ചയൊക്കെ നമ്മൾ കാണിച്ചതാണ്. ഇത് ഏറ്റവും ഒടുവിലത്തെ, ഈ സ്റ്റോറിയിൽ പറയുന്ന പോലെ ഏറ്റവും ഒടുവിലത്തെ അധ്യായം, ഏറ്റവും അവസാനം നമ്മൾ കണ്ട അധ്യായം എന്നുള്ളതാണ്. ഇനിയും തുടർന്നുകൊണ്ടിരിക്കും എന്നുള്ളത്. അതിപ്പം ജീവികളെ ആകട്ടെ, സഹജീവികളെ ആകട്ടെ, മനുഷ്യനെ ആകട്ടെ, ഇതെല്ലാം സഹായിക്കാൻ അവർ സന്നദ്ധരാണ് എന്നുള്ളതാണ്. ജോലിയുടെ ഭാഗമാണ്. അപ്പോഴും അവർക്ക് കിട്ടുന്ന ഒരു പുഞ്ചിരി, അവർക്ക് കിട്ടുന്ന 2 വാക്കുകൾ, അതൊക്കെ തന്നെയാണ് നമ്മളെ ഈ വാർത്ത ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1.5 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടിക്ക് അങ്കലാപ്പാണ് ഉണ്ടാകുന്നത്. കാരണം എങ്ങനെ ആണ് ഈ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പോൾ അവർ പൂർണ്ണമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ എടുത്തുകൊണ്ട് ആ പ്ലാസ്റ്റിക് കസേര മുറിക്കുമ്പോൾ പോലും ആ കുട്ടി പേടിക്കാതെ, ആശങ്കപ്പെടാതെ, അങ്ങനെ ആരാണോ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അവർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ അഗ്നിരക്ഷാ സേനയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ സമയം ചില ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം പെട്ടെന്ന് നടക്കുകയും എന്നാൽ ചില ഘട്ടങ്ങളിൽ ദൈർഘ്യം കൂടുകയും ചെയ്യുന്നത് ഈ അതായത് ഈ അപകടത്തിൽപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരോട് കാണിക്കുന്ന ഒരു കരുതലിന്റെ ഭാഗമായാണ്. അവരോട് പരിഗണിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഈ നമുക്ക് പ്രതീക്ഷയോടെ വിളിക്കാൻ കഴിയുന്നൊരു അക്കമായി, നമ്പറായി 101 മാറുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ തത്സമയത്തിൽ പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒന്നും നോക്കണ്ട, ഉടനെ തന്നെ വിളിക്കാൻ പറ്റും, ഓടിയെത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ആ കാര്യം എപ്പോഴും മനസ്സിൽ വെച്ചേക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഓടി വരാൻ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു സേനയുള്ളത് നമ്മളുടെയൊക്കെ അഭിമാനമായി തന്നെ കാണാം. അവരുടെ ഡ്യൂട്ടി ആണ് എങ്കിൽ പോലും നമ്മൾ പറഞ്ഞു പോകും അതൊക്കെയല്ലേ. ആ ഒരു സ്നേഹം, അതാണ് അവരുടെ പ്രയത്നമാണ് എങ്കിൽ പോലും തിരികെ നൽകുന്ന ഒരു സ്നേഹം, അത് എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം നമ്മുടെ സേനയ്ക്കുമുണ്ട്. ശരി രാഹുൽ.